ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നീറ്റിൻ്റെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ മക്കളെല്ലാവരും എൻ ടി എയുടെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് റീജനറേറ്റ് ഹാൾ ടിക്കറ്റ് എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ഓർ സിഗ്നേച്ചർ നോട്ട് മാച്ചിങ് എന്ന് കാണിക്കുന്നു. ഇനി അതും അല്ലെങ്കിൽ സെക്യൂരിറ്റി പിൻ നോട്ട് മാച്ചിങ് എന്ന് കാണിക്കുന്നു. ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും അധികം ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ്, മിസ്സേ എനിക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ല, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, ആകെ പ്രശ്നമാകുന്നു, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോഗ്രാഫ് വരുന്നില്ല, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ പറയുന്ന മക്കളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണിത്. നിങ്ങൾ ഒന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല, ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ആങ്ഷ്യസ് ആവേണ്ട ആവശ്യമില്ല. മക്കൾക്ക് എല്ലാവർക്കും നീറ്റ് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മക്കൾ ഓർക്കുക, 25 ലക്ഷം പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണിത്. അപ്പോൾ ഈ ലക്ഷങ്ങളോളം ആളുകൾ ഒരുമിച്ച് ഒരു വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾക്കറിയാലോ, ആ ഒരു റഷ് അല്ലെ, ആ ഒരു ട്രാഫിക് കാരണം സെർവർ ഡൗൺ ആയി പോകുന്നതുകൊണ്ടുള്ള ഇഷ്യൂ ആണത്. അതെന്താണെങ്കിലും റെക്ടിഫൈ ചെയ്യും. നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, സാവധാനം നിങ്ങൾ സമയമെടുത്ത് നിങ്ങളുടെ നീറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൗൺലോഡ് ചെയ്തത് അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം കുറേ നമുക്ക് നമ്പർ ഓഫ് പേജസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേജ് സെപ്പറേറ്റ് പേജസിൽ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ കുറച്ച് കോപ്പീസ് അല്ലെ, സെറോക്സ് കോപ്പീസ് നമ്മൾ എടുത്തു വെക്കണം. പിന്നെ നമുക്കറിയാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം, എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ നോക്കേണ്ടത് എന്താണെന്നറിയാമോ, നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ഏതാണ്, അതിൻ്റെ ലൊക്കേഷൻ ഏതാണ്, കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരേ പേരുകളുള്ള മൾട്ടിപ്പിൾ സ്കൂൾസ് ഉണ്ടാകും. അപ്പോൾ അത് മക്കളൊന്ന് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പീസ് എടുത്തുകൊണ്ട് പോകാൻ മക്കൾ മറക്കരുത്. പിന്നെ അഡ്മിറ്റ് കാർഡ് നമ്മൾക്ക് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മളതിൽ നമ്മുടെ സ്പെല്ലിങ്ങുകളും ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം, മിസ്മാച്ച് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവുക ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ നീറ്റ് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്ട്രാ കൊണ്ടുപോകേണ്ടതുണ്ട്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ കൊണ്ടുപോകേണ്ടതുണ്ട്. ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും മാം ഒരു വീഡിയോയിലൂടെ വന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത മക്കളെല്ലാവരും അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽസ് എല്ലാം വൃത്തിയായിട്ട് നോക്കുക. അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം തന്നെ ഉള്ള ഫോമാണ് പ്രൊഫോമ ഫോം കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ അതിന് നമ്പർ ഓഫ് പേജസിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഫോമാണ്. അപ്പോൾ അതും നിർബന്ധമായിട്ടും മക്കൾ കൊണ്ടുപോയിരിക്കണം. അതുകൊണ്ടാണ് മാം പറഞ്ഞത് 1ഉം 2ഉം പേജുകൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യുക, ബാക്കി എല്ലാതെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, കൃത്യമായി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിലും റെക്ടിഫൈ ചെയ്തിരിക്കും. കാരണം ഏതൊരു വെബ്സൈറ്റിലും ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റ സമയത്ത് പോയി ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ അല്ലേ, അതൊരു അവിടെ ഒരു സെർവർ ഇഷ്യൂ ഒരു ഇതൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ റെക്ടിഫൈഡ് ആയിരിക്കും. ടെൻഷൻ ആവാതെ പാനിക് ആവാണ്ടിരിക്കുക. ഓക്കെ, ഈ അവസാന നിമിഷം നിങ്ങൾ കൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക, നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നീറ്റ് എക്സാം ഹാളിലേക്ക് പോകണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.